കുൽ നബിയെ താങ്കൾ പറയുക, സീറു സാറ യസീറു സീറു നിങ്ങൾ സഞ്ചരിക്കുക, ഫിൽ അർളി ഭൂമിയിലൂടെ, ഫൻദുർ കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബലു. പിക്നിക്കിന് പോകുന്നവരും അതുപോലെ വെറുതെ സമയം കളയുന്നവരൊക്കെ ഈ ആയത്തെടുത്തുകൊണ്ടാണ് പറയാറുള്ളത്. സമ്പത്ത് വെറുതെ കളയാൻ പാടില്ല, ഒരു ആവശ്യത്തിന് മാത്രമേ അങ്ങനെ സമ്പത്ത് കളയാൻ പാടുള്ളൂ. അല്ലാതെ ആഴ്ചക്ക് തോന്നിയത് പോലെ ഇങ്ങനെ പലയിടത്തേക്കും പോവുക, ആ പൈസ ഒരു ഉപകാരവുമില്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കാതെ അങ്ങനെ പറ്റൂല. ഈ ആയത്തിനെ ദുരുപയോഗം ചെയ്യരുത്. കുൽ സീറു ഫിൽ അർളി, നബിയെ താങ്കൾ തൻ്റെ ജനങ്ങളോട് പറയുക, അവരെന്താണ് പോയി നോക്കട്ടെ, ഫിൽ അർളി ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കട്ടെ, ഫൻദുർ എന്നിട്ട് നിരീക്ഷിക്കട്ടെ, കാണട്ടെ, നോക്കട്ടെ, കൈഫ കാന എങ്ങനെ ആയിരുന്നു, ആഖിബത്തുല്ലദീന മിൻ ഖബലു ഇവർക്ക് മുമ്പുണ്ടായിരുന്ന ജനങ്ങളുടെ പര്യവസാനം, എന്നുവെച്ചാൽ അവർക്ക് എന്ത് രൂപത്തിലാണ് ശിക്ഷ വന്നു കിട്ടിയത്, ഏത് രൂപമാണ് അവരവസാനിച്ചത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. കാന അക്സറും അന്നുണ്ടായിരുന്ന പല ആൾക്കാർ, ഇതിനു മുമ്പുണ്ടായിരുന്ന പല ആൾക്കാരും അധിക പേരും, അക്സറുഹും അവരിൽ അധിക പേരും, മുശ്രിക്കീൻ അള്ളാഹുൽ പങ്കുവെക്കുന്നവരായിരുന്നു. അഷ്റക യുശ്രിക്കു, മുശ്രിക്കൂൻ എന്നത് മുശ്രിക്കുൻ ഇസ്മു ഫായില്, മുശ്രിക്കൂന മുശ്രിക്കീന ഇസ്മു ഫായില് ബഹുവചനം മുശ്രിക്കൂന എന്നതിൻ്റെ. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, അങ്ങനെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിരീക്ഷിച്ച് എന്ത് ചെയ്യുക, ഫഅഖിം വജ്ഹക നീ നിലനിർത്തുക, നേരെ ചൊവ്വ നിർത്തുക, വജ്ഹക നിന്റെ മുഖത്തെ, ലിദ്ദീനിൽ ഖയ്യിമി ഋജുമാനസ്ഥമായ ശുദ്ധമായ യഥാർത്ഥ പ്രകൃതി മതത്തിലേക്ക് നിന്റെ മുഖം തിരിക്കുക. മിൻ കബിലി അൻ യഅ്തിയ യൗമുല്ല മിൻ കബിലി അൻ യഅ്തിയ യൗമുല്ല മറദ്ദ ലഹു, ഇതിന് മുമ്പ് അൻ യഅ്തിയ വരുന്നതിന് മുമ്പ്, മിൻ കബിലി അൻ യഅ്തിയ യൗമുൻ ഒരു ദിവസം വരുന്നതിന് മുമ്പ്, ലാ മറദ്ദ ലഹു അന്ന് പിന്നെ വന്നിട്ട് അപ്പം പറഞ്ഞെന്ന് മടക്കിയാൽ ഞാൻ നേരെ ആയിക്കോളാം, അന്ന് എന്തുണ്ടാവില്ല, മടക്കുണ്ടാവില്ല, പോയയിടത്തേക്ക് തന്നെ തിരിച്ചു പോകലുണ്ടാവില്ല, വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകലുണ്ടാവില്ല. അപ്പോൾ വിഷമിച്ചിട്ടും ദുഃഖിച്ചിട്ടും വ്യാകുലത കാട്ടിയിട്ടും ഒന്നും കാര്യമല്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ അതിന് കരഞ്ഞതുകൊണ്ട് യാതൊരു ഫലം ലഭിക്കുകയില്ല. ഇപ്പോൾ തന്നെ ഒരുങ്ങി നിൽക്കുക, ഇപ്പോൾ തന്നെ താങ്കളുടെ മുഖത്തെ അള്ളാഹുവിലേക്ക് തിരിക്കുക, അഥവാ നല്ല മാർഗം സ്വീകരിച്ച് ജീവിതം ശരിയാക്കുക. മിൻ കബിലി അൻ യഅ്തിയ യൗമുല്ല മറദ്ദ ലഹു, ആ ദിവസം പിന്നെ ആരും മടക്കണേ എന്ന് പറഞ്ഞാലൊന്നും മടക്കൂല, തിരിച്ചു പോകാൻ പറ്റൂല. മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് വരുന്ന, അഥവാ അള്ളാഹു താല നിശ്ചയിക്കും കിയാമത്ത് നാൾ എന്നാണെന്ന്. കിയാമത്ത് നാളിൽ മഹ്ശറ നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ പിന്നെ ആർക്കും യാതൊരു അവകാശവും തിരിച്ചു പോകാനോ മറിച്ച് ചെയ്യാനോ വാദിക്കാനോ ഒന്നും അവകാശം ഉണ്ടാവില്ല. നമ്മുടെ വാദങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവസാനിക്കും. യൗമ ഇതിൻ അന്ന് യസ്സദ്ദഊൻ, അന്ന് ആളുകൾ പല വിഭാഗങ്ങളാക്കി പിരിക്കപ്പെടും, രണ്ട് വിഭാഗമായിട്ട് പിരിക്കപ്പെടും എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. യൗമഇദിൻ അന്ന് അത് നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും ഇങ്ങനെ രണ്ട് വിഭാഗം ആൾക്കാരാണ് അവിടെ ഉണ്ടാവുക. യസ്സദ്ദഊന അവർ പിരിയുന്നതാണ്. മൻ കഫറ ഫഅലൈഹി കുഫ്റുഹു, അപ്പോൾ ആരാണ് നിഷേധിച്ചത്, അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാതെ ജീവിച്ചത്, അവരുടെ നിഷേധം അവർക്ക് തന്നെ ആയിരിക്കും. വമൻ അമില സ്വാലിഹൻ, എന്നാൽ ആരാണ് നന്മ പ്രവർത്തിച്ചത്, ഫലി അൻഫുസിഹിം യംഹദൂൻ, അവർക്ക് വേണ്ടി തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കുക. പദം ഖുർആൻ ഉപയോഗിച്ച പദം എന്താണെന്ന് നോക്കുക. യംഹദൂൻ, അവർ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, നാളെ എങ്ങനെ ഇരിക്കണം എന്നതിന് സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആര്? സത്യവിശ്വാസികൾ, സൽക്കർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവർ സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലി യജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ലി യജ്സിയ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, അല്ലദീന ഒരു വിഭാഗത്തിന്, ആ ആൾക്കാർ, ആമനു അവർ വിശ്വസിച്ചിട്ടുണ്ട്, വഅമിലു അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, ആ സ്വാലിഹാത്ത് നല്ല കാര്യങ്ങൾ, മിൻ ഫദ്ലിഹി ഇത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സത്യവിശ്വാസികളായ ആളുകൾ നന്മ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നന്മയും തിന്മയും ഒരിക്കലും
ഒന്നല്ല, തിന്മ ചെയ്യുന്നവൻ അങ്ങനെ ഉഷാറായി കയറൂരി അങ്ങനെ വിട്ടിട്ട് പിന്നെ അവനെ പിടികൂടപ്പെടും അവിടെ. ഇന്നഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, സത്യനിഷേധത്തെയും കാഫിരീങ്ങളെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. വമിൻ ആയാത്തിഹി, പടച്ച തമ്പുരാൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ യുർസില റിയാഹ, അല്ലാഹു തആല കാറ്റിനെ അയച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ കാറ്റിനെ അയക്കുന്നു എന്നത്. അൻ യുർസില, അയക്കുന്നത്, റിയാഹ കാറ്റിനെ, മഴയെ, മുബശ്ശിറാത്തിൻ സന്തോഷിച്ചുകൊണ്ട്, മുബശ്ശിറാത്തിൻ മുബശ്ശിറുൻ സന്തോഷിക്കുന്നവൻ, അഥവാ മഴ കിട്ടിയിട്ട് ആൾക്കാർ സന്തോഷിക്കും, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കാണുമ്പോൾ ആൾക്കാർ സന്തോഷിക്കും. വലിയുദീഖക്കും, അതുപോലെ തന്നെ നിങ്ങളെ രുചിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ്, മിർ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന കാറ്റും മഴയുമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അള്ളാഹു നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ചിലപ്പോൾ അത് അസന്തുഷ്ടതയിലും വരും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. വലി തെജിരിയൽ ഫുൽക്ക, അതുപോലെ തന്നെ കപ്പൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹു താല നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നിങ്ങളെ രുചിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ കപ്പൽ സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടി, ബി അംരിഹി, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം, വലി തബുത്തഹു, നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയും, മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, വലഅല്ലക്കും തഷ്കുറൂൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടും അനുഭവിച്ചും നിങ്ങൾ അള്ളാഹുവിന് നന്ദി ഉള്ളവരാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല നിങ്ങൾക്ക് മഴ ഇറക്കിത്തരുന്നതും സന്തോഷമുണ്ടാക്കി തരുന്നതും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നൽകുന്നതുമൊക്കെ. വലക്കത് അർസൽന, തീർച്ചയായിട്ടും നമ്മൾ അയച്ചിട്ടുണ്ട്, മിൻ കബലിക്ക, അല്ലയോ പ്രവാചകരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് മുമ്പ് നമ്മൾ അയച്ചിട്ടുണ്ട്. റുസ്ലൻ, റസൂലിൻ എന്നതിൻ്റെ ബഹുവചനമാണ് റുസ്ലൻ, ഒരുപാട് പ്രവാചകന്മാരെ. ഇലാ കൗമിഹിം, കൗമുൻ എന്നതിൻ്റെ ഇലാ കൗമിഹിം, അവരുടെ സമുദായത്തിലേക്ക്, ഈ പ്രവാചകന്മാരുടെയൊക്കെ സമുദായത്തിലേക്ക്, ഓരോ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു താങ്കൾക്ക് മുമ്പ്. വഹും ബിൽ ബയ്യിനാത്തി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, ഫൻതഖംന മിനല്ലദീന അജ്റമു, അങ്ങനെ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ നിഷേധിക്കുകയും നിരോധിക്കുകയും തടയുകയൊക്കെ ചെയ്ത ആൾക്കാരെ നാം ഫൻതഖംന മിനല്ലദീന അജ്റമു, കുറ്റവാളികളായ ആളുകളെ നാം പിടികൂടുകയുണ്ടായി, ശിക്ഷിക്കുകയുണ്ടായി. വകാന ഹക്കൻ അലൈന, എന്നാൽ നമ്മുടെ മേൽ നിർബന്ധമാണ്, അനിവാര്യമാണ്, നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ, മുഅ്മിനായ ആൾക്കാരെ സഹായിക്കുക എന്നത്. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ, പടച്ച തമ്പുരാനാണ് കാറ്റിനെയും മഴയെയും അയച്ചത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയക്കുന്നത്. ഫതുസീറു സഹാബൻ, എന്നിട്ട് ആ കാറ്റും മഴയും, അല്ലെങ്കിൽ ആ കാറ്റ് അത് തട്ടുന്നു, തുസീറു അത് ചെന്ന് ചേരുന്നു, ഇളക്കുന്നു, മേഘത്തിനെ അത് ഇളക്കുന്നു, മേഘത്തിൽ അത് തട്ടുന്നു, മേഘത്തിൽ ചെന്ന് ചേരുന്നു. ഫയബ്സുത്തുഹു, അങ്ങനെ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ആ കാറ്റിനെ പരത്തുന്നു, ഫിസ്സമായി, ആകാശത്തിലൂടെ, കൈഫയഷാ, അവൻ ഉദ്ദേശിച്ചതുപോലെ. എന്ന് വെച്ചാൽ ഈ കാറ്റിനെ അയച്ച് മേഘത്തെ അത് ഇളക്കി മറിക്കുന്നു. മേഘമാണ് സഹാബ് പറഞ്ഞാൽ, അപ്പം മേഘത്തെ തുസീറു, അത് ഇളക്കി മറിക്കുന്നു. അങ്ങനെ ഇളക്കി മറിച്ചിട്ട് ആ മേഘം ആകാശത്ത് മുഴുവനും പരക്കുന്നു. കൈഫയഷ, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ. വയജ്അലുഹു, എന്നിട്ട് ആ മേഘത്തെ അള്ളാഹു തആല ആക്കുന്നു, കിസഫൻ, അലുവ കഷ്ണം പോലെ, കഷ്ണങ്ങളാക്കിക്കൊണ്ട്. ഫതറൽ വദ്ക, അങ്ങനെ ആ കഷ്ണങ്ങൾക്കിടയിൽ നിന്ന്, യഖ്റുജു മിൻ ഖിലാലിഹി, അവക്കിടയിൽ നിന്ന് പുറപ്പെടുന്നു, അൽ വദ്ക, മഴ. അപ്പോൾ താങ്കൾക്ക് കാണാം, അൽ വദ്ക, മഴയെ കാണാം, യഖ്റുജു, അത് പുറപ്പെടുന്നു, മിൻ ഖിലാലിഹി, ആ മേഘ കഷ്ണങ്ങൾക്കിടയിലൂടെ. ഫൈദാ അസ്വാബ ബിഹി, അങ്ങനെ ആ മഴ തട്ടിയാൽ, മൻ യശാഉ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് എത്തിച്ചു കൊടുത്താൽ. മഴ പലയിടത്തും പല മാതിരിയാണല്ലോ പെയ്യുക, അല്ലേ? അപ്പോൾ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് ആ മഴ കൊടുത്താൽ, മിൻ ഇബാദി, തൻ്റെ അടിമകളിൽ നിന്ന്, ഇദാഹും, അപ്പോൾ അവരതാ, ഇസ്തബ്ശിറൂന, അവർ സന്തോഷവാന്മാരാകുന്നു. വഇൻ കാനൂ മിൻ ഖബലി അൻ യുനസ്സല അലൈഹിം, ഇതിന് മുമ്പ്, ആ മഴ കിട്ടുന്നതിന് മുമ്പ് അവരായിരുന്നു, മിൻ ഖബലിഹി, മഴ കിട്ടുന്നതിന് മുമ്പ്, ലമുബ്ലിസീൻ, തീർച്ചയായിട്ടും നിരാശരായിരുന്നു. ഫൻദുർ, അപ്പോൾ താങ്കൾ നോക്കുക, നിരീക്ഷിക്കുക, ഇലാ ആസാരി റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ
അടയാളങ്ങൾ, അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കൈഫ യുഹീൽ അർള, എങ്ങനെയാണ് അള്ളാഹു തആല ഭൂമിയെ ജീവിപ്പിക്കുന്നത് എന്ന് ആ അടയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഅദ മൗതിഹ, അതൊക്കെ വണങ്ങി വരണ്ട് വിണ്ട് കീറി കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള പാടങ്ങളെയും പറമ്പുകളെയും അള്ളാഹു തആല ജീവൻ നൽകി രക്ഷിക്കുന്നു. ഇന്നദാലിക ല മുഹയിൽ മൗത, അങ്ങനെ തന്നെയാണ്. ഇന്നദാലിക, തീർച്ചയായിട്ടും അത് ല മുഹയി, അള്ളാഹു തആല തീർച്ചയായിട്ടും ആകുന്നു ജീവിപ്പിക്കുന്നതിനാൽ മൗത, മരണത്തെ, അതാ മരിച്ചവരെ ഈ ഭൂമി എപ്രകാരം അള്ളാഹു തആല ഉണങ്ങി വരണ്ട് കിടന്നിരുന്ന ഭൂമി അള്ളാഹു ഏതുപോലെ പുതുക്കിയോ വെള്ളം കൊടുത്ത് ഉണർത്തിയോ എന്നതുപോലെ മരിച്ചവരെ അള്ളാഹു തആലാക്ക് ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. വജസാക്കുമുല്ലാഹു ഖൈറൻ ജസീല, നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.